ആര് കൊണ്ട് തന്ന്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അംകി ഡയറീസ്. ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കാണുന്നുണ്ടല്ലേ ഞണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഓടുന്ന ഞണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ടാവോ? അത് ഞങ്ങളെ നെയ്ബർ ഡുഗു കൊണ്ട് തന്നത്. അവർ രാത്രി തോടിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങളെന്ത് പറയുക, തോടിനെന്ന് അറിയില്ല, ഞങ്ങൾ തോടെന്ന് പറയും. അപ്പോൾ ആടെ കിട്ടിയത്. ഫസ്റ്റ് ആ ഞണ്ടിൻ്റെ കാലൊക്കെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ കുഞ്ഞു ഞണ്ടുണ്ടല്ലോ, അത് ഒക്കെ ഞങ്ങൾ അങ്ങനെ തന്നെ വിട്ടു, കൊല്ലാത്ത, ജീവിച്ച് പോട്ടെ. പിന്നെ ഫസ്റ്റ് ഇതിൻ്റെ കാല് കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇത് കടലിലെ ഞണ്ടിനെക്കാളും ടേസ്റ്റാന്നൊക്കെ പറയും. പിന്നെ കടലിലെ ഞണ്ടിൽ ഇത്ര അഴുക്കൊന്നും ഉണ്ടാവില്ല, അപ്പോൾ അത് കഴുകാൻ ഒന്നുകൂടെ ഈസിയാന്ന് പറയും. പക്ഷേ ഈ ഞണ്ടിൽ കുറേ അഴുക്കുണ്ടാവും. അപ്പോൾ ഇതിനെ നല്ലോണം ക്ലീൻ ചെയ്യണം, കുറേ പ്രാവശ്യം വെള്ളത്തിൽ കഴുകണം, അല്ലെങ്കിൽ അതിൽ മണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം ഇതുണ്ടാക്കാൻ. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം, ഇത് വലിയ ഞണ്ടായത് കൊണ്ട് ഞങ്ങൾ അതിനെ 2 പീസായിട്ട് കട്ട് ചെയ്യും, മിഡിലിൽ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ ഞണ്ടിനെ ക്ലീൻ ചെയ്തിട്ട് മിഡിലിൽ ഇങ്ങനെ കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ സൈഡിൽ അതിൻ്റെ എന്താ പറയുക, കൈയാണോ കാലാണോ ഞണ്ടിൻ്റെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ കാലാന്ന് തോന്നല്ല ഇത്. അപ്പോൾ അതിൽ വലിയ വലിയ നഖമല്ല, പല്ലെന്ന് തോന്നുന്നു അതിൻ്റെ. അപ്പോൾ അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് അതിനെ പൊടിച്ച് കട്ടാക്കും. പിന്നെ ഞങ്ങളൊരു പാത്രത്തിൽ കുറച്ച് സവാള, തക്കാളി, ഇഞ്ചൊക്കെ വഴറ്റി, ഇത് നല്ലോണം ഒന്നുകൂടെ ഞങ്ങൾ ഞണ്ടിനെ കഴുകി വൃത്തിയായതിന് ശേഷം ആ വഴറ്റിയ ചട്ടിയിലോട്ട് ഇടാം. പിന്നെ ഇത് പുഴയല്ല, തോടിൽ കിട്ടിയ ഞണ്ടായത് കൊണ്ട് കുറച്ചധികം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വെന്തതിന് ശേഷം ഞങ്ങൾ അരച്ച് വെച്ച മസാല, ഇത് ചിക്കൻ പുളിമുഞ്ചി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലേ, അതിനരയ്ക്കുന്ന പോലെ തന്നെ സെയിം ടൈപ്പ് മസാല അരച്ചു. പിന്നെ ഇതിനെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്ത്, ഇത് മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു, ബിക്കോസ് ചട്ടിയിൽ നിറച്ചും ഞണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് കുറച്ച് വെന്ത് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളി, തേങ്ങ, ജീരകമൊക്കെ അരച്ചെടുത്തു, അതിനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത്, ഇത് കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്ത്, തിക്നെസ് നോക്കി നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് ഞണ്ട് സാരല്ലാത്ത സുക്ക പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരക്കാത്ത തേങ്ങ ഇങ്ങനെ വറുത്തും കൂടി ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിത് ഇങ്ങനെ നല്ലോണം വെന്ത് വരുമ്പോൾ, പിന്നെ ഇത് ആക്ച്വലി കറിവേപ്പില ആദ്യം തന്നെ ആഡ് ചെയ്യാമായിരുന്നു, ഞങ്ങൾ മറന്നത് കൊണ്ട് ലാസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ കുറച്ചും കൂടി മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് ഞങ്ങൾ ഞണ്ട് കറി റെഡി ആയിരുന്നു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കും ഞണ്ട് കിട്ടിയാൽ ഇതുപോലെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. ഞങ്ങൾ പിന്നെ കുറച്ച് ചോറും കുറച്ച് ഞണ്ടും കൂട്ടി നല്ലൊരു ഫുഡായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ കിട്ടുന്നവരെ ടാറ്റാ.